ഇഷ്ടപ്പെട്ടോന്ന് ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഈ വണ്ടിയിൽ കാറ്റടിക്കുന്ന സാധനം എടുക്കാൻ വീട്ടിൽ പോയിട്ട് ആരും അങ്ങനെയൊന്നും ചോദിക്കരുത് കേട്ടോ. അങ്ങനെ നമ്മുടെ പ്രസവം കഴിഞ്ഞു, പ്രസവിച്ചടക്കലും കഴിഞ്ഞു. ഇവിടെ 90 കഴിഞ്ഞു. 90 കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി. അടുക്കളയൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി കേട്ടോ. ഇന്നിപ്പോ ഞാനൊരു പിസ്സ ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ് കേട്ടോ. കുറെ ദിവസമായി പിസ്സ ഉണ്ടാക്കണം ചോദിച്ചപ്പോൾ 90 കഴിയട്ടെ പണിയൊക്കെ എടുക്കാൻ തുടങ്ങുമ്പോൾ പിസ്സ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ഇക്കാക്ക് പിസ്സ ഉണ്ടാക്കാനൊന്നും അറിയില്ല. ഇങ്ങനെ ഓരോരോ ജോലികളും ഒക്കെ ആയി പോണ സമയത്തല്ലേ പ്രഗ്നന്റ് ആയി. അതോടെ പിന്നെ എല്ലാ പണികളും അവിടെ നിന്നല്ലോ അല്ലേ. അടുക്കള പണി എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ കൂടെ തന്നെ പാർട്ട്ണർഷിപ്പിലാണ് പറയാറില്ല. ഞങ്ങൾ പാർട്ട്ണർഷിപ്പിലാണ് അടുക്കള ജോലിയൊക്കെ ചെയ്യുന്നില്ല. ആ ജോലിയൊന്നും ചെയ്യലൊന്നുമില്ല. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനും ഷെഫ് മോനും ഇക്കി കൂടിയിട്ട് തന്നെയാണ് വീട്ടു ജോലിയൊക്കെ ചെയ്യുക. എന്നാലും എൻ്റെ റെസ്റ്റ് തീർന്നു എന്ന് പറയാം. ഇങ്ങനെയുള്ള പണികളൊക്കെ നമുക്ക് നേരത്തെ തന്നെ ചെയ്യാം. പക്ഷെ ഞാൻ 90 വരെ റെസ്റ്റ് എടുത്തു എന്ന് മാത്രം. പിസ്സ ഉണ്ടാക്കേണ്ട മൈദയിലേക്ക് ഞാൻ ഇതിൽ ഈസ്റ്റ്, പഞ്ചസാര, കുറച്ച് പാൽപ്പൊടി, ഞാൻ കുറച്ച് പാൽപ്പൊടി എടുക്കും സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട്. ചിലർ പാലിലൊക്കെ ഉണ്ടാക്കില്ല. പിന്നെ ഇത് പാലിനകത്ത് തന്നെ പാൽപ്പൊടി വെള്ളം ചൂടുവെള്ളത്തിലാക്കിയിട്ട് മൈദ മാവ് കുഴക്കുക. 90 പ്രത്യേകിച്ച് ആഘോഷം ഉണ്ടാക്കുമോ അതൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇവിടെ ഉണ്ടാക്കില്ല. ഇപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ ആദ്യത്തേതാണെങ്കിൽ നമ്മളെ വീട്ടിലായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും. പിന്നെ 90 കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ഒരു വെൽവെറ്റിൻ്റെ ഒക്കെ ഒരു ചുരിദാറായിരുന്നു കേട്ടോ. അന്നൊരു വെൽവെറ്റിൻ്റെ ചുരിദാർ ഇറങ്ങി അന്നത്തെ സമയത്ത്. ഒരു തുണിമേ വെൽവെറ്റിൻ്റെ ഒരു വട്ടം പ്രിന്റുകൾ, പല പ്രിന്റുകളൊക്കെ ആയിട്ട് അങ്ങനത്തെ കരിനീല ചുരിദാറായിരുന്നു ഞാൻ 90 പെട്ടിരുന്നത്. 90 നാളേക്കുമ്പോൾ ആ ചുരിദാർ ഓർമ്മ വരും. കുട്ടി വന്നിക്കുക പിസക്കുള്ള മാവും കുഴച്ചു, ചിക്കനിക്കുള്ള മസാലയും തേച്ചു, മൈദ മാവ് പൊങ്ങി വരണം. രാത്രിക്കുള്ളതാണ്, ഡിന്നറിനുള്ളതാണ് കേട്ടോ. പോയില്ലേ ഇക്കാക്കെന്താണ് കാട്ടുന്നത്? വണ്ടിയിൽ കാറ്റില്ലേ, അപ്പൊ ഞങ്ങൾക്ക് നാളെ മലപ്പുറത്ത് പോകാനാണ്. പുതിയ പ്രൊഡക്റ്റ് അഗാറോന്റെ പോർട്ടബിൾ ടയർ ഇൻഫ്ലേറ്റർ ആണ്. വണ്ടിയിൽ കാറ്റടിക്കുന്ന സാധനം. വണ്ടിയിൽ കാറ്റടിക്കാം. പിന്നെ നമുക്കിത് പവർ ബാങ്ക് ആയിട്ട് യൂസ് ചെയ്യാം, ടോർച്ച് ആയിട്ട് യൂസ് ചെയ്യാം. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു. ബോക്സോട് കൂടിയിട്ടൊന്ന് കാണിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ അഗാറോന്റെ പോർട്ടബിൾ ടയർ ഇൻഫ്ലേറ്റർ. ഇതതിൻ്റെ ബോക്സ് ആണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് 4 ഡിഫറെൻറ്റ് മോഡ്സുകളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മളെ ഫുട്ബോളിലൊക്കെ കാറ്റിറക്കാൻ വേണ്ടിയിട്ടുള്ള ട്യൂബാണ് കേട്ടോ ഇത്. പിന്നെ ഇത് രണ്ടും നമ്മളെ ടോയ്സ് ഒക്കെ ഉണ്ടാവില്ലേ, നമ്മളെ ബലൂൺസ് ഒക്കെ നിറക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ പിന്നെ നമ്മൾ സൈക്കിളിനൊക്കെ കാറ്റ് നിറക്കാൻ വേണ്ടിയിട്ടുള്ള കേട്ടോ. ഇതാണ് പിന്നെ നമ്മൾ മെയിൻ ആയിട്ടുള്ളത് കേട്ടോ. നമ്മളെ കാറിനും ബൈക്കിനും സ്കൂട്ടിക്കും ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ഫിറ്റ് ചെയ്യാന്നൊക്കെ കാണിച്ചു തരാം. ഈസിയാണ് കേട്ടോ, ആർക്കും യൂസ് ചെയ്യാൻ പറ്റും. ഇതുള്ള മെയിൻ ഉപകാരം എന്ന് വെച്ചാൽ നമുക്ക് കാറിലൊക്കെ കൊണ്ടുനടക്കാം, സ്കൂട്ടിയിലൊക്കെ കൊണ്ടുനടക്കാം. നമ്മൾ പെട്ടെന്ന് വഴിയിൽ നിന്നൊക്കെ കാറ്റ് കഴിയുമ്പോഴും ഒക്കെ നമുക്ക് യൂസ്ഫുൾ ആവും. ഇത് നമ്മളെ ബലൂണിലൊക്കെ കാറ്റിറക്കാൻ വേണ്ടിയിട്ട്, ബർത്ത്ഡേക്കൊക്കെ ഒരു പൊളി പൊളിക്കാം. ബലൂൺ തന്നെ വെച്ച് സ്വിച്ച് അമർത്തിയാൽ വേഗം കാറ്റാവും. പെട്ടെന്ന് പരിപാടി ചെയ്യും. കാറിൽ തന്നെ നല്ല സ്പീഡിൽ കാറ്റ് കയറും കേട്ടോ. പിന്നെ ഇത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് പിന്നെ നമ്മളെ സീപോർട്ട് കേട്ടോ, സീപോർട്ട് വെച്ചിട്ടും ചാർജ് ചെയ്യാം. പിന്നെ നമ്മളെ കാറിൽ വെച്ചിട്ടും നമുക്ക് ഇത് ചാർജ് ചെയ്യാൻ പറ്റും. ഇതാണ്ടോ ചാർജ് ചെയ്യാനുള്ള പോർട്ട്. സീപോർട്ടും ഉണ്ട്, പിന്നെ USB ഉണ്ട്. നമുക്ക് ഈ USB വഴി നമുക്കിത് പവർ ബാങ്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് തന്നെ ഉണ്ട് കേട്ടോ. നമുക്കിതിൽ ഒരു മാസത്തിൽ 1-2 വട്ടമൊക്കെ ഫുൾ ചാർജ് ആക്കി വെച്ചാൽ മതി. നമ്മളെപ്പോഴും കാറ്റടിക്കൊന്നുമില്ലല്ലോ. ഞാൻ ഒന്ന് ഓൺ ആക്കിയിട്ട് കാണിച്ചു കേട്ടോ. ലോങ് പ്രസ് ചെയ്തു. ഇത് പവർ ബട്ടൺ. ഇത് നമ്മളെ ചാർജറിൻ്റെ പ്രഷർ, നമുക്ക് എത്രയാണ് പ്രഷർ വേണ്ടെന്നുള്ളതൊക്കെ കൂട്ടാനും പിന്നെ ഇത് കുറക്കാനും. അപ്പോൾ ഇത് നമുക്ക് ഡിഫറെൻറ്റ് മോഡ്സിൽ സെറ്റ് ചെയ്യാനുള്ള കേട്ടോ. ഇപ്പോൾ ഇത് കാറായി, ഇപ്പോൾ ഇത് ബൈക്കിന്, സൈക്കിള്, ഇത് ബോളിനൊക്കെ, ടോയ്സും ബോളിനൊക്കെ നമ്മൾ ഇത് യൂസ് ചെയ്യും. പിന്നെ ഇതിന് എത്ര ചാർജ് ഉണ്ടെന്നൊക്കെ ഇതിൽ കാണിക്കും. പിന്നെ ഇതിൽ നമുക്ക് വേറൊരു ഉപകാരം ഉണ്ട് കേട്ടോ ഈ സാധനം കൊണ്ട്. ഇത് നമുക്ക് ലൈറ്റ് ടോർച്ചായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഈ സ്വിച്ച് നമുക്ക് ലോങ് പ്രസ് നോക്കി കഴിഞ്ഞാൽ ഇതാ ഹസാർഡ് ലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ആവും ചെയ്യും. അപ്പോൾ
ലൈറ്റ് അത്യാവശ്യം നല്ല പവർ ഉണ്ട് കേട്ടോ. ഞാൻ രാത്രി ഇപ്പൊ ഇവിടെ ഇങ്ങനെ അടിച്ചു നോക്കി, അപ്പൊ നല്ല വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നു. ഇതുകൊണ്ട് സ്കൂട്ടിയിലൊക്കെ പെട്ടെന്ന് ചാർജ് ആവും കേട്ടോ. നമുക്ക് കണക്ട് ചെയ്യാൻ ഇതിനൊക്കെ നല്ല സുഖമാണ്. ഒക്കെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഇതാക്കാം. അതിന് വെറുതെ പൈസ മുടക്കണ്ടല്ലോ. പൈസ മുടക്കണ്ട, പിന്നെ അതൊരു മെനക്കെടും. നമ്മൾ എങ്ങനെയും മുമ്പ് അറിയില്ലേ വണ്ടിയിൽ കാറ്റുണ്ടോ, നീ പോണ വൈക്കുന്ന അവിടെ കയറണം, അതിന്റെ ആവശ്യമില്ല അല്ലേ. അപ്പൊ യൂസ് ചെയ്യാനൊക്കെ സുഖം. പിന്നെ കാറ്റ് പെട്ടെന്ന് കയറും കേട്ടോ. നമ്മളെ വലിയ മോട്ടറിലൊക്കെ അടിച്ചിട്ട് കയറുന്ന പോലെ വേഗം പ്രഷർ ഫുൾ ആവുന്നുണ്ട്. ഇതൊക്കെ അതിന്റെ മാനുവലും കാര്യങ്ങളൊക്കെ. പിന്നെ യൂസർ മാനുവലും ഉണ്ട്, പിന്നെ ഇതിന്റെ വാറന്റി കാർഡും ഉണ്ട്. വാറന്റി ഉണ്ടോ? പിന്നെ ഇതിട്ട് വെക്കാൻ നല്ലൊരു പൗച്ചും ഉണ്ട്. പപ്പയും കുട്ടിയതാ വൈകുന്നേര കാഴ്ച കാണാൻ നിൽക്കാണ് കേട്ടോ. ബുബുക്കുട്ടനും വരവുണ്ട്, ഓൻ ഇതിന്റെ ഒച്ച ഇട്ടിട്ട് ഉള്ളിലേക്ക് ഓടിപ്പിക്കുക. കാക്കു ജിമ്മിക്ക് പോകണ്ട, തടിയൊക്കെ ഒന്ന് കുറക്കാൻ. ഈ തടിയൊക്കെ ഒന്ന് കുറക്കാൻ പോകണ്ടോ? ഞാൻ കുറച്ച് കാര്യങ്ങൾ അയച്ചു തരാം കേട്ടോ. വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാൻ കട്ടിലിന്റെ ലൊക്കേഷൻ മാറിയിട്ടുണ്ട്. നമുക്ക് ഇടക്കിടക്ക് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് നല്ല രസമല്ലേ. എപ്പോ കട്ടിൽ മാറ്റുമ്പോഴും നമുക്ക് തോന്നും ഇങ്ങനെ ഇട്ടാൽ മതിയെന്ന്. എന്തിനാ നമ്മൾ അങ്ങനെ ഇട്ടത്? എല്ലാവരും വീട്ടിന്റെ കട്ടിലൊന്ന് പൊസിഷൻ മാറ്റി വെക്കുന്നു കേട്ടോ. നല്ലൊരു പുതുമയായിരിക്കും. പിന്നെ അതായത് ഇങ്ങനെ ഫിറ്റഡ് ആയിട്ടുള്ള ഒരു ഷീറ്റ് ആയിട്ട്. ഇതിന്റെ അളവ് കറക്റ്റ് അല്ല, അത് കാരണം കുറച്ച് സൈസ് കൂടുതലാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ട് അളവ് ശരിയല്ലാത്തതുകൊണ്ട് ഇത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബനിയൻ ടൈപ്പ് മെറ്റീരിയൽ ആണ് കേട്ടോ. ഇത് കണ്ടോ ഇങ്ങനെ അകത്ത് ഇവിടെ കണ്ടോ മൂത്രമൊന്നും ബെഡിലാവാതിരിക്കാൻ വേണ്ടി ഇനിയിപ്പോൾ അതൊക്കെ വേണമല്ലോ. എപ്പോൾ വേണമെങ്കിലും നമ്മൾ ബേബിനെ ഡയപ്പർ ഇല്ലാതെ കടത്തുമ്പോഴും ഷീറ്റ് വിരിക്കാതെ കടത്തുമ്പോഴൊക്കെ ബെഡിലേക്ക് മൂത്രമായി കഴിഞ്ഞാൽ പണി പാടൂലേ. അപ്പൊ ഇത് അതിനുള്ളതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല അളവ് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് ഇത് ഫിറ്റ് ആയിട്ട് നിൽക്കില്ല. പിന്നെ ഇതാ ബെഡ്ഷീറ്റുകൾ. ഇത് ഞാൻ അൺബോക്സ് ചെയ്തിട്ടുണ്ടോ. നമുക്ക് ബെഡ്ഷീറ്റ് ഒന്നും കണ്ടാൽ നിൽക്കപ്പോട്ടുണ്ടാവില്ല. അൺബോക്സ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഈ ബെഡ്ഷീറ്റിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിന്റെ കൂടെ കുഷ്യൻ കവറല്ല, ഇങ്ങനത്തെ ഈ കുഷ്യൻ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. 2 കുഷ്യൻ നല്ല ഓവർലോക്ക് ചെയ്ത ഫ്രില്ലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കുഷ്യൻ പോലെ ഇങ്ങനെ ഒരു സ്റ്റിച്ചും ഉണ്ട്. പിന്നെ നമ്മളെ വലിയ പില്ലോക്കുള്ള കവർ കിട്ടും. ഇത് പിന്നെ കവർ മാത്രമാണ്, പില്ലോ നമ്മളെ പില്ലോ കേട്ടോ. ഇതിന്റെ അടുത്ത് ഇതേപോലെ ഇത് കൊടുത്തിട്ടുണ്ട്. 2 പില്ലോ കവറും കുഞ്ഞു കുഷ്യൻ കവറും പിന്നെ ഇങ്ങനെ ഒരു ബെഡ്ഷീറ്റും ആണ് കേട്ടോ. ഇപ്പൊ പ്രത്യേകിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എന്നോട് ബെഡ്ഷീറ്റ് എല്ലാവരും ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ പറയാറില്ല ഷോപ്പിൽ നിന്നാകുമ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റില്ല. ഇതൊക്കെ ഓൺലൈനായിട്ട് കിട്ടുന്ന കേട്ടോ. ഇതൊരു കൂട്ടുകാരുടെ ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് കേട്ടോ. ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഇൻസ്റ്റാഗ്രാം വഴി പിന്നെ വാട്സപ്പ് വഴിയും ഒക്കെ സെയിൽ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് കാണുന്ന കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടവർക്കൊക്കെ വാങ്ങിക്കാം. കുറഞ്ഞ സമയത്ത് ഞാൻ അൺബോക്സ് ചെയ്യുമ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബെഡ് കവറിന്റെ ഇതിന്റെ ഒക്കെ അടിപൊളിയായിട്ടുണ്ടല്ലേ. മറ്റേ ബെഡ്ഷീറ്റ് ഞാൻ ഷെഫ് കുട്ടന്റെ റൂമിൽ വിരിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനത് കാണിച്ചു തരാം. ഡിസ്ക്രിപ്ഷനിൽ ഞാനിവിടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ചോളൂ. പറ്റുകയാണെങ്കിൽ ഞാനിവിടെ നമ്പറും കൊടുക്കാം. നിങ്ങളെ ആ മോളിൽ നിന്ന് അതൊന്ന് എടുത്തോണ്ട് തരും. ആ തട്ടായിട്ടുള്ളത് സെറ്റ് ആക്കണം. ഇത് മോളിലായിട്ട് വെച്ചിരുന്നത് ഞങ്ങൾ ഷോപ്പിൽ ഉണ്ടായിരുന്നത്. അത് ഹൈറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ പകുതി മുറിച്ചിട്ടാണ് ഇങ്ങോട്ട് കൊടുത്തത്. ഒരു പകുതി മുകളിൽ ഇരിക്കുന്നുണ്ട്. കാരണം അത്ര ഹൈറ്റ് ഉള്ള സാധനം ഇങ്ങോട്ട് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടല്ലേ. സെൻട്രൽ വെച്ചാണ് മുറിച്ചു. അങ്ങനെ രണ്ടെണ്ണം ആക്കി. ഇവിടെ കിടക്കുമ്പോ അങ്ങനെ വിചാരിച്ചിരുന്നു ഇതൊന്ന് റൂമിലേക്ക് കൊണ്ടുവരണം. യാമിമോളെ സാധനമൊക്കെ ഇതിന് സെറ്റ് ആക്കണം. അപ്പൊ ഇപ്പൊ എന്താണ് ഇവിടെ കൊള്ളൂല. നമുക്ക് നോക്കി വെക്കല്ലേ. ഞാനും വീതി കൊണ്ടാണ് കൊള്ളൂല. എന്താ അല്ലെങ്കിൽ കഴിപ്പിക്കാൻ നിന്നപ്പോഴോ ആ 10-72 കിലോ ലജ്ജ് നല്ല സീനിയറാ. ഒന്നാമത്തെ തല അതിന് പോയിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ കുത്താൻ ധൈര്യം വന്നു. ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ എന്താ കാട്ടിയത് അടുക്കേ. ഞാൻ അത് എടുക്കണേമൊക്കെ ശ്രദ്ധ ഉള്ളു. ഇതിന്റെ കാര്യം ശ്രദ്ധ. എന്തായാലും ഞാനൊന്ന് വീണു. അപ്പോൾ പിന്നെ വഷളായ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ച്
എഡിറ്റ് ചെയ്യുമ്പോൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയില്ല കേട്ടോ. ഇത് ഗർഭിണിയാകുമ്പോഴും പ്രസവിച്ചെടുക്കുമ്പോഴൊക്കെ വീഴണതൊക്കെ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. മെച്ചി എപ്പോഴും പറയും വീഴാതെ നോക്കണം. ഗർഭിണികളെ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പേടിയാണല്ലോ. അൽഹംദുലില്ലാ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വീണത്. തിരിയതും കിട്ടിയിട്ടുണ്ട് കേട്ടോ കൂട്ടത്തിൽ. ഞാൻ ജനലുമ്പോൾ ഇങ്ങനെ വെച്ചിരിക്കുന്നല്ലോ ഓരോന്ന്. അപ്പോൾ ആരോ പറഞ്ഞു കമൻറ്റിൽ ഓർഗനൈസ് ചെയ്ത് വെച്ചൂടെ, അതൊക്കെ കാണാൻ വൃത്തിയില്ലാന്ന്. അപ്പോൾ ഞാൻ യാമിക്കുട്ടിയുടെ ഈ ഒരു ക്രീം, ചീപ്പും പിന്നെ അവർക്ക് ഡെയിലി കൊടുക്കേണ്ട മരുന്നും പിന്നെ ഈ സാധനം ഉള്ള കമ്മശി എല്ലാ സാധനങ്ങളും ഇതിലിട്ട് വെച്ചിട്ട് കേട്ടോ. ഇത് നമുക്ക് ഇവിടെ സെറ്റാക്കാം. പാമ്പേഴ്സ് ഇനി 2 ഉള്ളൂ. ഈ പാക്കറ്റ് വാങ്ങിച്ചിട്ട് വേണം. അല്ല പാമ്പേഴ്സ് അസിൽ വന്നോ? എന്താ അത് ഇതെന്നങ്ങനെ കല്ല് പോലെ ബലം കുടിച്ചിട്ടല്ലേ? ഉണ്ട് ജിമ്മിൽ പോയിട്ടുള്ള പ്രഹസനം കേട്ടോ. ബേബിയുടെ കുഞ്ഞു ഓളെ ഷൂ റാക്ക് അവിടെയാണ്. പക്ഷെ അതിന്മേൽ ഇത് 2 കൊള്ളൂല. അപ്പോൾ ഒരു 2 ഇവിടെ വെച്ചു. ഇത് കോഴിക്കോട് നിന്ന് ഒരു കട്ട സബ്സ്ക്രൈബേഴ്സ് വന്നപ്പോൾ തന്നതാട്ടോ. ഇത് നമുക്ക് ഇവിടെ വെക്കാം. ഇതിലോളെ കുഞ്ഞു ടവല്, കുഞ്ഞു സോക്സ്, കുഞ്ഞു ഒക്കെ കുഞ്ഞാക്കാരിട്ട അവൾ കുഞ്ഞതല്ലേ, കുഞ്ഞു ബൂട്ടീസൊക്കെ ഇതിലാണ്. ഈ ഒരു കവറിലാണ് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് ഇവിടെ വെക്കാം. ഇതിന് നമുക്ക് ഇവിടെ വെക്കാം. ഈ കലണ്ടർ ഇവിടെ തൂക്കിയിട്ടതിന് പിന്നിലൊരു രഹസ്യമുണ്ട്. ഇവിടെ ആദ്യം ടി വി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ആ ടി വി വെച്ചതിൻ്റെ വയറും കുണ്ടാമണ്ടിയൊക്കെ എടുത്തതിൻ്റെ പാടുകളാണ് കേട്ടോ. ഇനി പെയിൻ്റ് അടിക്കുമ്പോഴേ അതൊക്കെ പോകുള്ളൂ. ഈ കലണ്ടറിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും പണ്ടൊക്കെ ഞാൻ ഡയറി എഴുതിയിരുന്നു. ഇപ്പോൾ എനിക്ക് ഡയറി എഴുതൽ നടക്കൂല കുറേ വർഷങ്ങളായിട്ട്. അപ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിലാണ് നോട്ട് ചെയ്തൊക്കെ കണ്ടു. ഓരോ കാര്യങ്ങളും ഇതിലാണ് നോട്ട് ചെയ്തൊക്കെ വെക്കാം. എല്ലാ പ്രാവശ്യവും ഓരോ പ്രൊമോഷൻ്റെ കാര്യങ്ങളാണെങ്കിലും ഏത് വീഡിയോ എടുക്കണം, ഏത് വീഡിയോ ഇന്നിടണം, നാളിടണം, അതൊക്കെ ആലോചിക്കണം. അതും എങ്ങോട്ടേക്ക് പോകാനൊക്കെ ഇതിന്മേൽ എഴുതിയേക്കാം. ഒരു പേനയുണ്ടാവും. അപ്പം ഇനി വേഗം ഞാൻ അതിമൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കട്ടെ കേട്ടോ. യാമിക്കുട്ടി കളിക്കുക. ഹായ് ഹായ്. ഓ കളിയില്ല. ഇത് പിന്നെ എല്ലാ പ്രസവിച്ച വീട്ടിലുണ്ടാവണ തൊട്ടിപ്പാത്രം. പിന്നെ നമുക്ക് ഇവിടെ ആക്കാം. ഇത് പിന്നെ നഖം പോളിഷ് ചെയ്യുന്ന സാധനം കേട്ടോ. ഉപ്പ എങ്ങനെ ഈ സെറ്റപ്പ് ഒക്കെ എങ്ങനെയുണ്ട്? കൊള്ളാമോ? ഇഷ്ടപ്പെട്ടോന്ന്? ഞങ്ങളിവിടെയൊക്കെ പെയിന്റ് അടിക്കണിട്ട് യാമിക്കുട്ടി വരുമ്പോഴത്തേനും റൂമൊക്കെ പക്ഷേ അതിന് നടന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ ഓള് ചെറുതാകുമ്പോൾ പെയിന്റ് അടിക്കലും ബുദ്ധിമുട്ടാണ്. ഓളെ സാധനങ്ങളൊക്കെ വെക്കാനുള്ള സാധനങ്ങളൊക്കെ സെറ്റപ്പായി. അല്ലെങ്കിൽ അവിടെ ജനലിന് അവിടെയൊക്കെ വെക്കുമ്പോൾ ഒരു വൃത്തിയാണല്ലോ. ഹായ് യാമിക്കുട്ടി വിളിക്കുന്നുണ്ട്, ചെന്ന് നോക്കട്ടെ. കുളിക്കാൻ പോവാ. ഞങ്ങള് മഗ്‌രിബ് കഴിഞ്ഞിട്ട് കാണാം. ഞങ്ങള് ഒരു ഓട്ടത്തിരക്കാ. ഇന്റെ കുളി ഓളെ കുളി ഉഷാറായിട്ട് വരാൻ അല്ലേ. കൗലാരൊക്കെ സൗകര്യത്തിന് ഞങ്ങളോളെ ഇടക്ക് നിലത്ത് ഇങ്ങനെ കടത്തലാട്ടോ. ബൂബുക്കാർക്ക് കാവല് കിടക്കുന്നുണ്ട്. യാമിക്കുട്ടിനെ പോയി കുളിപ്പിക്കട്ടെ ബൂബു. അപ്പൊ എന്തൊക്കെ കോമാളിത്തരങ്ങളെ കാണിച്ചിരുന്നേ? കുളിച്ച് മാറ്റി കുളിത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. യാമിക്കുട്ടി മക്കളൊക്കെ ഇട്ടിട്ട് ഓതാൻ പോവുകയെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പ്രത്യേകം ഡിസൈൻ ചെയ്താണ്. ഇത് എങ്ങനെയാണ് കെട്ടിയെന്നല്ലോ ഒന്നും ചോദിക്കരുത്. ഇതിന്റെ ഡിസൈനിങ് ഒന്നും ചോദിക്കരുത് കേട്ടോ. ഈ നേരായ ഞങ്ങളോളെ ഇങ്ങനെ ഇതൊക്കെ കെട്ടിട്ടോ കിടത്തുക. ഇങ്ങനല്ല, ഇത് ഇന്നത്തെ വ്ലോഗ് എടുക്കുന്ന പുതിയ ഡിസൈൻ കണ്ടുപിടിച്ചിരിക്കുകയാണ്.
കേട്ടാ. പപാടികളൊക്കെ കഴിച്ചിട്ട് വരട്ടെ പൊന്നെ. ഞാൻ ഇങ്ങനെ ചെവി മൂടിയിട്ട് ഇങ്ങനെ ഷാളിങ്ങനെ ചുറ്റി കണ്ടിട്ട് ആരോ കമന്റിൽ വെച്ചിട്ട് താത്താക്ക് മുടിയില്ലാഞ്ഞിട്ടാണെന്ന്. മുടിയില്ലാത്തവരെങ്ങനെ കിട്ടുക? ധാരാളം മുടിയൊന്നുമില്ല, പക്ഷെ ആവശ്യത്തിന് മുടിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ മുടി നരച്ച് ഇവിടെ ഒരു മുടി നരക്കുന്നു, ഒരേ ഒരു മുടി. പിസ്സ ഇത് പോയ വൈക്കറ്റിന് നോക്കി കൊടുക്കുക. ഇക്കൊക്കെ പോയി. ഇപ്പൊ ഞങ്ങളെ കുളിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് സാധാരണ ഞാൻ ഈ നേരത്തെ ലൂസുള്ള ചെറിയ കൈയുള്ള മാക്സി ആയിട്ട് ഇട്ടത്. ഇപ്പോൾ വീഡിയോ ഉള്ള കാരണമാണ് ഈ മാക്സി ഇട്ടത് കേട്ടോ. യാമിക്കുട്ടിക്ക് ഇതേപോലത്തെ ഈ വള്ളിക്കുപ്പായും ഈ തുണിയൊക്കെ ഇട്ട് കൊടുക്കുക, പാമ്പേഴ്സ് ഇട്ട് കൊടുക്കൂല കേട്ടോ. ഇങ്ങോട്ടോക്ക് അവിടെ അവിടെ ഫാൻ തിരിയുണ്ടായി കുക്കിയൊക്കെ. ഫാനാണ് ഓളെ കൂട്ടുകാരികൾ. ഇങ്ങോട്ടേക്ക് വീഡിയോയിൽ കാണുമ്പോൾ യാമിമോൾക്ക് നെറ്റ് ഉന്തിയപ്പോൾ തോന്നുന്നുണ്ടല്ലേ. ആരോ പറഞ്ഞ് നെറ്റ് ഉന്തി കുളിപ്പിച്ചു കൊടുക്കണമെന്ന് കേട്ടോ. അങ്ങനെ നെറ്റ് പൊന്തിയിട്ടില്ല, കണ്ടോ? പൊന്തിയിട്ടില്ലല്ലോ. നേരിട്ട് കാണുമ്പോൾ എല്ലാവരും പറയലുണ്ട് നെറ്റൊന്നും പൊന്തിയിട്ടില്ലല്ലേ, അങ്ങനെ കണ്ടപ്പോൾ തോന്നി പറഞ്ഞു. ഫാനിനോട് നോക്കി ചിരിക്കിയപ്പോൾ തിരക്കിട്ടിട്ട്. ഇവിടെ നോക്കി നോക്ക്. അങ്ങനെ യാമിക്കുട്ടിയുടെ ഇന്ത്യ 90 കഴിഞ്ഞതാ. യാമിക്കുട്ടി ഷെഫ്കുട്ടീനെ പ്രസവിച്ച ഉടനെ നല്ല തടിയും നിറമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് ഉടക്കി ചുപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് തടിയൊക്കെ പോയി, കളറൊക്കെ കണ്ടതായിട്ട് കാപ്പി കളറായിരുന്നു കേട്ടോ. എന്ന പോലെ തന്നെയായിരുന്നു യാമിക്കുട്ടി. അപ്പൊ യാമിക്കുട്ടിനെ കാണാൻ വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ പറയൂ കേട്ടോ, കുട്ടി കളറില്ലല്ലേ, കുട്ടി കളറ് പോയിക്കണില്ലേ, തടി ഇല്ലല്ലേ, അങ്ങനെയൊക്കെ പറയൂ കേട്ടോ. അത് ഓരോ കുറ്റം പറയില്ല കേട്ടോ. അതൊരു സ്ഥിരം അങ്ങനെ ഒരു പറച്ചിലാണല്ലോ. എനിക്ക് കേൾക്കുമ്പോൾ അങ്ങനെ വിഷമമൊന്നും തോന്നാറില്ല കേട്ടോ. കാരണം ഞാൻ ചെറിയ കുട്ടികളല്ലല്ലോ. പക്ഷെ ആദ്യമായിട്ട് പ്രസവിക്കുന്ന അമ്മമാർക്കൊക്കെ ചെറിയ പെൺകുട്ടികൾക്കൊക്കെ അതൊക്കെ കേൾക്കുമ്പോൾ ഒരു ഇടങ്ങേറാക്കാര്. പക്ഷെ എനിക്കറിയായിരുന്നു യാമിക്കുട്ടി ഷെഫ്കുട്ടനെ പോലെ തന്നെ 90 ആകുമ്പോൾ ഷെഫ്കുട്ടനും അങ്ങനെയാണ്. 90 കഴിഞ്ഞ് ആയ വീടെടുക്ക് വന്നപ്പോൾ ഇപ്പൊ നല്ല രസമുണ്ടായിരുന്നു. അതേപോലെ തന്നെ യാമിക്കുട്ടിയുടെ കളറൊക്കെ വരും. ഫാൻ ഓഫ് ആക്കിയിട്ടുണ്ടോ പിരിപിരിക്കണത്. യാമിക്കുട്ടി തടിയൊക്കെ വെച്ച് ഉഷാറാവും എന്നൊക്കെ എനിക്ക് ഉറപ്പായിരുന്നു അല്ലേ. 90 ആയാല് ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഒരു നടപ്പാണല്ലോ. കുട്ടികളെ കണ്ടാൽ നിറമുണ്ടോ നിറമല്ലേ തടി, അത് എല്ലായിടത്തും എല്ലാ കോമഡിയിലൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ആ കോമഡി പോലെയാണ് പ്രസവിച്ചെടുക്കും. പിന്നെ കാണാൻ വന്നപ്പോഴും ഓരോരുത്തർ പറയുമ്പോൾ എനിക്ക് കോമഡി പറഞ്ഞാൽ ശരി തന്നെയാണില്ലേ കേട്ടോ. അപ്പോൾ അന്ന പോലെ പ്രസവിച്ചെടുക്കാൻ വീട്ടിൽ പോയിട്ടൊന്നും ആരും അങ്ങനെയൊന്നും ചോദിക്കരുത് കേട്ടോ. നിറമില്ലെങ്കിൽ പോലെ എന്താ ചെയ്യുക, നമ്മൾ പറഞ്ഞു എന്ന് വെച്ചിട്ട് ഒരു കുട്ടിക്ക് നിറമൊന്നും വെക്കാൻ പോകണില്ലല്ലോ. അപ്പോൾ ആരും അങ്ങനെ ഒന്നും ചോദിക്കരുത് കേട്ടോ. അതൊന്നും അത്ര നല്ല ചോദ്യമല്ല. എനിക്ക് തൊട്ടൊരു പ്രശ്നമല്ല കേട്ടോ. പിന്നെ ഈ പറയുന്നവരൊരു കുറ്റമായിട്ടും ഞാൻ കാണില്ല. കാരണം എന്താ വെച്ചാൽ അത് നമ്മൾ സ്ഥിരം ഒരു ചോദ്യങ്ങളല്ലേ, നിറം പോയോ തടി പോയോ എന്നൊക്കെ. യാമിക്കുട്ടി പാൽസരമായിട്ട് ചോദിച്ചിരുന്നു കേട്ടോ. യാമിക്കുട്ടി പാൽസരം ടൈറ്റായി, നീ കണ്ണി വെക്കണം. അപ്പോൾ യാമിക്കുട്ടി ഉറങ്ങിയിട്ട് ഓൾക്ക് ഈ നേരത്തിൽ ഉറക്കമുള്ളതാണ്. അപ്പോൾ ഓളെ ആട്ടി ഉറക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഓൾ തന്നെ ഉറങ്ങും. ഞാൻ ഇന്ന് ആട്ടിയോണ്ട് ഉറക്കി പിസ്സ ഉണ്ടാക്കാൻ പോകുന്നുണ്ടോ. ചിക്കൻ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്ത് പോയിട്ടുണ്ടോ. പതിവ് പോലെ നമുക്ക് പിസ്സ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ചിക്കൻ വെക്കുക. ഷെഫ്കുട്ടനുണ്ട് കേട്ടോ ഇവിടെ. ബുബുക്കുട്ടൻ ഇതാ അവിടെ കിടക്കട്ടെ. എല്ലാവരും പറയും ബുബുക്കുട്ടിന് മിസ്സിംഗ് ആണ്, ബുബുക്കുട്ടിനെ ഇപ്പം നിങ്ങൾ കാണിക്കണില്ല എന്ന് കേട്ടോ. ബുബുക്കുട്ടിനെ ഞാനിങ്ങനെ എപ്പോഴും എടുക്കൂലല്ലോ. എനിക്ക് എപ്പോഴും കുട്ടീനെ എടുക്കാൻ കാരണം എപ്പോഴും ഇങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ. മാക്സിമം മാറ്റാൻ പോണ സമയങ്ങളിലോ അങ്ങനെയുള്ള സമയങ്ങളിലോ പോലെ എടുത്ത് നല്ലോണം കൊഞ്ചിക്കുകയാണ് ചെയ്യുക കേട്ടോ. അങ്ങനെ എടുക്കാതെ കൊഞ്ചിക്കും അങ്ങനെയൊക്കെയാണ്. അധികം എൻ്റെ കയ്യിൽ ബേബി അല്ലല്ലോ, ഞാനല്ല ഈ വീഡിയോ എടുക്കുന്നതും ഇതാക്കുന്നതും ഒക്കെ. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് അത് ബുദ്ധിമുട്ടായിട്ടുമാണ്. പിന്നെ അതുമല്ല ഞാനത് കാണിക്കൂലാന്ന് വിചാരിച്ചിട്ടാട്ടോ. കാരണം ബുബുവിനെ കാണിച്ചാൽ എല്ലാവരും ഇങ്ങനെ പറയുകയോ ഓനെ ഒഴിവാക്കുന്നത് അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇടങ്ങാറാണ് അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ. അപ്പൊ കുട്ടിക്ക് പിസ്സ വേണോ? കുട്ടനും ഉണ്ട് കൂടെ പിസ്സ ഉണ്ടാക്കാൻ. ഓനെപ്പോഴും എൻ്റെ കൂടെ തന്നെ ഇരിക്കാല്ലേ. പിന്നെ ഉമ്മാർക്ക് താഴെ കുട്ടി ഉണ്ടായാലും മൂത്ത കുട്ടിക്കൊരു സങ്കടം ഉണ്ടാവുമല്ലോ. ആ ഒരു സങ്കടം ബൂബൂനും ഉണ്ട്. അപ്പൊ അത് നമുക്ക് അറിയുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വിഷമിക്കാൻ തോന്നുന്നില്ലല്ലോ. പിന്നെ ചെറിയ കുട്ടികളുണ്ടായാലും നമുക്ക് എപ്പോഴും ചെറിയ കുട്ടികളെ ശ്രദ്ധിക്കാണ്ട് നേരം ഉണ്ടാവും. ചെറിയ കുട്ടികളോടാണ് പിന്നെ നമ്മൾ നോക്കുക. അപ്പൊ പഴയ പോലെ നമുക്ക് മൂത്ത കുട്ടിനായിട്ട് നോക്കാൻ വയ്ക്കൂല. മനുഷ്യന്മാരെ സ്ഥിതി അങ്ങനെ തന്നെയാണല്ലോ. അപ്പൊ അത് നമ്മളെ ശരിക്കുള്ള മക്കളാണ് നമുക്ക് അതൊരു വേർതിരിവായിട്ട് തോന്നില്ല. പക്ഷെ ഇതേപോലെ ബുബുക്കുട്ടിനെ അവോയ്ഡ് ചെയ്യുന്നുണ്ടോ തോന്നും. അതേപോലെ നമ്മളെ ഭർത്താവിൻ്റെ ആദ്യത്തെ കുട്ടിയൊക്കെ ഉണ്ടാവില്ല, അതായത് 2ാമത്തെ പ്രസവിക്കൂലേ, ഓൾക്കൊക്കെ അത് ഭയങ്കര പ്രശ്നമാട്ടോ. കാരണം ഒരു കുട്ടിനെ അവോയ്ഡ് ചെയ്യുന്നതാവൂല. പുതിയ കുട്ടി വരുമ്പോൾ എന്തായാലും അതിലേക്ക് ശ്രദ്ധ പോകുമല്ലോ. എങ്ങനെ ആയാലും ചെറിയ കുട്ടിയുടെ മേലേക്ക് നമ്മളെ ശ്രദ്ധ പോകുന്നതാണ്. അപ്പോൾ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുക്കുംബറും ആരും പിസേക്കിടുമ്പോൾ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാനിവിടെ ഉള്ള പച്ചക്കറി ഇട്ടതാണ്. കുക്കുംബർ കുക്ക് ചെയ്ത് കഴിക്കുമെന്ന് കൂടി എനിക്കറിയില്ല കേട്ടോ.
പാചകത്തിന് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഓരോ പൊട്ടത്തരങ്ങളൊക്കെ ചെയ്യുന്നത്. എനിക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടി ഇടും. ഒരു പാക്കറ്റുകൾ കണ്ടപ്പോഴേ ഓനിക്കുള്ളതെന്ന് വെച്ചാൽ നമ്മൾ കുട്ടിക്കുള്ളതല്ല കേട്ടോ. ഇനി വേണ്ടത് ആ പിസ്സ സോസ്. ഇത് നമുക്ക് ഉണ്ടാക്കും ചെയ്യുന്ന ആ റെഡിമെയ്ഡ് മേടിക്കലാണ്, അത് എളുപ്പം. പിന്നെ ചീസ് വേണം, മൊസറല്ല ചീസാണ് സാധാരണ ഉണ്ടാവുക. എനിക്ക് അതിലൊരു രുചി തോന്നാറില്ല, ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. ഞാൻ ഈ ഷീറ്റാട്ടോ മേടിക്കാം. പിന്നെ കുറച്ച് ബട്ടർ, പിന്നെ ഈ പിസ്സൻ്റെ സീസണിങ് പൗഡർ. ഇത്ര ഐറ്റംസ് ആണ് എൻ്റെ പിസ്സക്ക് വേണ്ടത്. അപ്പോൾ ഓവനൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ട്രേ കഴുകി ഇതൊന്ന് സെറ്റാക്കി വെക്കാം. നമുക്ക് നെയ്ച്ച് ഉടനെ പാല് വേണ്ടത്. അപ്പോൾ പിന്നെ ഞാൻ തന്നെ എടുക്കാം. അമ്മനെ വിളിച്ചിട്ട് പിന്നെ ഉറങ്ങ. നെയ്ച്ചുടനെ പാല് വേണം, ഞാൻ തന്നെ എടുക്കണം എന്നൊക്കെ വലിയ ആളായിട്ട് പോയിട്ടാണ്. ഓള് സുഖമായിട്ട് ഉറങ്ങി. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കാനുള്ള സമയം കൂടി ഉണ്ട്. അപ്പോൾ ഇത് അടുക്കളൊക്കെ ക്ലീനായിട്ടോ. ഞാൻ ഒന്ന് നീണ്ടു തോന്നുന്നു കിടക്കട്ടെ. അപ്പോൾ കുറേ ദിവസം ഇങ്ങനെ കിടന്നിട്ടേ കുറേ ദിവസം നേരം നിന്ന് പണിയെടുക്കാൻ കഴിയും. അപ്പോൾ ഒരു കുഴക്ക. പിസ്സൊക്കെ റെഡി ആയിട്ടോ. പിസ്സ റെഡിയായി. ഇക്ക വന്നു. അതിൻ്റെ ഇടയ്ക്ക് ആൺകുട്ടി നീച്ചു പാലൊക്കെ കുടിച്ച് വീണ്ടും ഉറങ്ങിട്ടോ. കുറെ മാസങ്ങൾക്ക് ശേഷം ഉണ്ടാക്കിയ പിസ്സയാണ് കേട്ടോ. എങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്ന് നോക്കട്ടെ ഞാൻ ആദ്യം. കൂട്ടിന് ഇക്കാൻ്റെ നന്നായി സർബത്താണ് കേട്ടോ. നമ്മുടെ പിസ്സയൊക്കെ നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ ടേസ്റ്റ് പോയിട്ടോ. ശരിക്കും അടിപൊളിയാ. വീഡിയോ മറന്നിട്ടില്ല കേട്ടോ, ഉണ്ടാക്കല് മറന്നിട്ടില്ല. മറന്നിട്ടില്ലല്ലേ? ഇനി അങ്ങനെ ഓരോരോ ഇതുകളൊക്കെ ഉണ്ടാക്കി തുടങ്ങണം. ഇപ്പൊ മറന്നിട്ട് ഏകദേശം. അപ്പോൾ എന്താ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ ഒരു യാത്ര പോകാനുണ്ട്. അപ്പോൾ അതിനുള്ള കുറച്ച് ഒരുക്കാണങ്ങളും കൂടി ചെയ്തിട്ട് വേണം കിടക്കാൻ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാതെ വരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.